എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് നമുക്ക് ട്രീ ഒരുക്കണം, അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഞാൻ ഈ ചാക്കിൽ ആക്രി സാധനങ്ങളൊന്നും അല്ല കേട്ടോ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും ഞാൻ ആക്രിക്കാരിയായിട്ട് വന്നതല്ല ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ ബോൾസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമ്മുടെ ഐസ്ക്രീം ബോൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ ബോട്ടിലൊക്കെയാണ് കേട്ടോ ഈ ചാക്കിലുള്ളത്. അപ്പം നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും വലിച്ചെറിയാറാണ് പതിവ്. പക്ഷെ നമ്മളതല്ല, നമ്മൾ ഈ ബോൾസും അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് വെക്കും. അതായത് നമ്മൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് എന്താക്കും, അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒത്തിരി മരമുണ്ട്, അപ്പോൾ ആ മരത്തിലേക്കൊക്കെ ഹാങ് ചെയ്തിടും. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ എന്താക്കും, നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന ടൈമിൽ ആ ട്രീയിലേക്ക് മാറ്റി ബാക്കിയുള്ള ബോൾസൊക്കെ നമ്മുടെ ഈ പരിസരത്തോടെ മുഴുവൻ നമ്മൾ ഹാങ് ചെയ്തിടും കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നവരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എന്നും ഐസ്ക്രീം തീറ്റാണ് പരിപാടി, നിങ്ങൾക്കിത് കച്ചവടമാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കും കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ ബോൾസ് ഉണ്ട് നമ്മുടെ അടുത്തിട്ടോ. അപ്പം എല്ലാ ബോൾസും ഞാനിതാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഈ ചാക്കിലാക്കിയിട്ടോ. കണ്ടില്ലേ ബോൾസിൻ്റെ കോലം ഒന്ന് നോക്കിയേ. അപ്പോൾ ഒരു ഇയർ മുഴുവനും നമ്മുടെ ഈ മരത്തിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ലാസ്റ്റ്, അതായത് ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പം അത് അഴിച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പുഴയിലേക്ക് കൊണ്ടുവന്ന് ക്ലീൻ ആയി. അപ്പം പുഴയിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ അലക്കാൻ വന്നതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാം. ധാരാളം വെള്ളമുണ്ട്. ഒന്നാമത് നമ്മുടെ വീട്ടിൽ മോട്ടർ കേടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പുഴ വന്ന് കഴുകുവാണെങ്കിൽ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാക്കാണ് കഴുകി വൃത്തിയാക്കാനുള്ളത് അല്ലേ ഗൈസ്. അല്ലെങ്കിൽ ചാക്കിനകത്തേക്ക് ഇട്ട് നമ്മൾ ആലോചിച്ച് നോക്ക്, കഴുകി വെച്ച ബോളിൽ വീണ്ടും ചെളിയും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചാക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ബ്രഷ് ഇട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോപ്പിട്ട് 2 അടി അടിച്ചാൽ ചെളി പോകും. പക്ഷേ എനിക്ക് ബ്രഷ് ഇട്ട് കഴുകുന്നത് ഭയങ്കര സാറ്റിസ്ഫിക്കേഷനാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രസത്തിൽ നമ്മുടെ ചാക്ക് ഇതേ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്നെ വഴക്ക് പറയും, ഈ കൊച്ചെന്നെ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നേ, ആ ചാക്ക് 2 അടി അടിച്ച് കഴിഞ്ഞാൽ ചെളി പോകില്ലേ. എങ്കിലും നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ വേണമല്ലോ ഗൈസ്, ഇതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെറുതെ ബ്രഷ് ഇട്ട് അടിച്ചിട്ട് സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ചാക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാക്ക് ജസ്റ്റ് ഇതേ ആ പുല്ലിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് മാറ്റിയിടാവേ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബോൾസൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ബോൾസിൻ്റെ കോലം കണ്ടില്ലേ, മൊത്തം പായലും മഴയും കാറ്റും വെള്ളവും മഞ്ഞും എല്ലാം കൊണ്ട് നമ്മുടെ ബോൾസിൻ്റെ കോലം ഫുള്ള് പായലൊക്കെ ആയിട്ട് സീനായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ വേദന എടുത്തിട്ടുണ്ടായിരുന്നു. ചില അടപ്പ് വേഗം സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ദൈവജീവിതം ഇങ്ങനെ ഐസ്ക്രീം ബോൾസ് ഒന്നും വേസ്റ്റ് ആക്കില്ല. ഇപ്പോൾ 2 കിട്ടിയുള്ളെങ്കിൽ ആ 2 നമ്മൾ മരത്തിൽ ഹാങ് ചെയ്തിടുക. അപ്പോൾ അത്രയും സുന്ദരമാണ് കാണാൻ. പിന്നെ ക്രിസ്മസിന് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിക്കുമ്പോൾ കൂടുതൽ ഭംഗിയാവും കേട്ടോ. നല്ല രസമായിരിക്കും ഇങ്ങനെ ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട്. അപ്പം നമ്മൾ ഈ ഹാങ് ചെയ്യുന്ന വീഡിയോസും ട്രീ അലങ്കരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, എന്ത് ചെയ്യുക, നമ്മുടെ ബോൾസ് ക്ലീനിങ് കേട്ടോ. അപ്പം പുതിയ ബോൾസ് ആണെങ്കിൽ നമുക്ക് സീനില്ല, ജസ്റ്റ് കഴുകി വേഗം അതിൽ ഹോൾസൊക്കെ ഇട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പം ഇത് കണ്ടില്ലേ, കുറച്ച് പായലുകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, അതുപോലെ ചെളിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ തോർക്കത് എവിടെ നിന്ന് ഈ ചെളി വന്നതെന്ന്, പായലൊക്കെ പക്ഷേ ഈ ചെളി വന്നത് എവിടെ നിന്നാന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിത് ഒരു ബോൾ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ബോൾസൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുരുത്തക്കേട് വെച്ചിട്ടോ, ഞാൻ ഈ ചെരുവം അമ്മയ്ക്ക് അലക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ചെരുവം ഞാൻ വെള്ളത്തിലേക്ക് മുക്കിയപ്പോഴേക്കുണ്ട് ഗൈസ്, മീൻ ഇതേ കയറുന്നു. മീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിലത്തേക്കോ ഗൈസ്, ഞാനെന്താക്കി ബക്കറ്റ് എടുത്ത് മീനെ ചെരുവം കൊണ്ടങ്ങ് പിടിക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ തോർത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു നിക്കറൊക്കെ എടുത്ത് ഞാൻ മീനിനെ മൂടി ഇട്ടു കേട്ടോ. അങ്ങനെ ചെരുവം കൊണ്ടാണ് ഗൈസ് നമ്മളിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം അടിപൊളിയായ സാഹസ്യത ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെരുവം കൊണ്ട് മീൻ പിടിക്കുന്നത് കേട്ടോ. അപ്പം മീനെ കിട്ടിയ ആ ഒരു ആവേശത്തിന് ഗൈസ് ഞാൻ ഈ ചെരുവം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ചെരുവത്തിൽ മീൻ കിട്ടിയവിടെ ആ ചെരുവം എവിടുന്ന് എനിക്ക് ഇത്രയും ശക്തി വന്നതെന്നറിയില്ല. അതോടുള്ള ചെരുവെടുത്ത് ഞാൻ അയ്യോ കല്ലിലേക്ക് വെച്ച്, വീട്ടിലൊക്കെയാണ് ഈ ചെരുവം കൈ കൊണ്ടൊന്ന് തൊടാൻ പോലും പറ്റാത്ത ഞാൻ മീൻ കിട്ടിയ ആവശ്യത്തിൽ ഈ ചെരുവം എടുത്തത് കല്ലിലേക്ക് പൊക്കി വെച്ച്. ഞാൻ ബാഹുബലിയായോ എന്ന്. അപ്പോഴേക്കും ഇത് മീൻ എടുത്ത് ചാടിയും പോയിട്ടോ ഗൈസ്. എന്തായാലും മീൻ കിട്ടി, ഞാൻ ഓർത്തില്ല മീൻ കിട്ടുന്നത്, പക്ഷേ നമുക്കിത് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം മീൻ കിട്ടുന്നത് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. നമ്മൾ ചൂണ്ടിയിടുവാണല്ലോ, അതെ വലയും കൊണ്ട് പിടിക്കുവാണല്ലോ, അതെ മീൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഒരു മീൻ കിട്ടിയപ്പോൾ 2 മീൻ കിട്ടണമെന്ന് ആഗ്രഹമായി, 2 മീൻ കിട്ടിയപ്പോൾ പിന്നെ 3 മീൻ കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമായി. അങ്ങനെ ആഗ്രഹമായി ഞാൻ എന്താക്കി, മീൻ പിടുത്തത്തിൽ മുഴുകിപ്പോയിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അലക്കി കഴിഞ്ഞിട്ട് എന്തായാലും ബോൾസ് ഇനി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കാൻ ഒരുപാടുണ്ട്, അതിൻ്റെ ഒപ്പം നമുക്ക് ബോൾസും കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും മീൻ പിടുത്തത്തിൽ അങ്ങോട്ട് മുഴുകിയേക്കാന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഈ മീനുകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക്
വീശി നോക്കിയാലോ കുറേ മീൻ എന്തായാലും ചെരുവത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ വീശി കഴിഞ്ഞാൽ എന്തായാലും മീൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും. ഇപ്പോൾ മീനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പരലിനെ പോലുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലുതാവുന്ന മീനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ഫിഷിംഗ് ഒക്കെ നമ്മുടെ ഈ പുഴയിൽ ചെയ്യും കേട്ടോ. അപ്പം എന്താ പറയുക, ഇവർക്കൊക്കെ കുറേ മീൻ കിട്ടിയിട്ട് ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. മീൻ കൂടെയൊക്കെ വെച്ച് പിടിക്കുക, അതുപോലെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂണ്ടയിടുമ്പോൾ എനിക്ക് അങ്ങനെ മീൻ കിട്ടാറില്ല. കിട്ടുവാണെങ്കിൽ തന്നെ കുഞ്ഞ് നമ്മുടെ ടൈഗർ ഫിഷിനെ പോലുള്ളതൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം തലയിൽ തേക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചോറും പറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനുകൾക്ക് ചോറും പറ്റ് വലിയ ഇഷ്ടമല്ലേ. അങ്ങനെ ചോറും പറ്റിട്ടൊക്കെ കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞിട്ടാണ് മമ്മ വീശാന്ന് പറഞ്ഞത്. വീശിക്കഴിഞ്ഞപ്പോഴല്ലേ മക്കളെ നല്ല ഒന്നാം തരം മീനെ നമുക്കിതേ വായും പൊളിച്ചു അടിപൊളി മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും വലിയ മീനൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഗൈസ്. അപ്പം ഇനി 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 മീൻ പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമായിട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു മീനെ നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇച്ചിരി നാളും കൂടി ജീവിച്ചോട്ടെ, വലുതായി കഴിഞ്ഞ് നമുക്ക് പിടിക്കാമെന്ന് ഓർത്തു കേട്ടോ. അടുത്തൊരു സംഭവം ഉണ്ടായത് ഗായ്സ്. ഞങ്ങൾ വീശിയപ്പോൾ കുറേ മീനെ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ചെരുവ തെറിച്ച് പുഴയിലേക്ക് പോകുന്നു. എൻ്റെ ദൈവമേ, വലിയ മീനാണ് ഗായ്സ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 മീൻ നമുക്ക് ഒരുമിച്ചാണ് ഗായ്സ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ ഗായ്സ്, മീൻ കിട്ടുന്ന വായിക്കുന്ന സന്തോഷം തന്നെയാണ് ഗായ്സ്. കണ്ടോ, അപ്പം 3 മീൻ നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അടക്കം ചെരുവ് പടച്ച് പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ക്ലാസ്സിൽ കാണിച്ചു തരാൻ. കണ്ടോ, 3 മീനെ കിട്ടി. അപ്പോൾ അവർ ചത്തിട്ടൊന്നുമില്ല, ജീവനുള്ള മീനുകളാണ്. അപ്പോൾ ചത്ത പോലെ അഭിനയിക്കുന്നതാണ്. നമ്മൾ ചത്തിട്ട് അവരെ പുഴയിലെടുത്തിട്ടാന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ അവർ മയം കിടന്നതെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ വെള്ളത്തിലൊന്നും നമ്മുടെ അടുത്ത് നടക്കുമോ? ഇല്ല. ഗൈസ്, അങ്ങനെ ഞാൻ തലയിൽ താളിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പിടിച്ച മീനെ ഒന്ന് നോക്കിയാലോ. അപ്പം നമുക്കിത് ഇത്രയും മീനുണ്ട് കേട്ടോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു പാവ മീനുകളാണ്, നമുക്ക് ഇവർ പിടിച്ച് കൊണ്ടുപോകണ്ട, ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അക്വേറിയത്തിലിട്ടാൽ തന്നെ ഇവർ ചത്തുപോകും, കാരണം വലിയ മീനുകളാണ്, അപ്പം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് 1 by 1 ആയിട്ട് ഇതേ പുഴയിലേക്ക് എടുത്ത് വിടുകയാണ് കേട്ടോ. എനിക്ക് പാവം തോന്നി, നമ്മളൊരു വിനോദത്തിന് വേണ്ടി പിടിച്ചു, ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ചത്തുപോയി കഴിഞ്ഞാൽ അതൊരു വിഷമാണ് ഗൈസ്. കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില മീനുകൾ മാത്രമേ കേട്ടോ ജീവിക്കുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ മീനായതുകൊണ്ട് തന്നെ ചത്തുപോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ അക്വേറിയം അത്രയും വലുതൊന്നും അല്ലല്ലോ. അപ്പോൾ കുളത്തിലിട്ടാലും സീനാണ്. അപ്പോൾ ഇതേ മീനൊക്കെ കടന്ന് പെടക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വലിയ മീനെയാണ് കേട്ടോ ഞാൻ ഇനി പുഴയിലേക്ക് വിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവനത് ഓക്കെ എൻ്റെ കൈ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവർ പോകണ്ടെന്നാണ് തോന്നുന്നു പറയുന്നത്. എന്തായാലും ഞാൻ അവനെ പുഴയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ലാസ്റ്റ് 1 നമ്മുടെ ഏറ്റവും വലിയ മീൻ കേട്ടോ. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫ്രൈ അടിക്കാൻ തോന്നി. എങ്കിലും ഞാൻ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ വമ്പൻ മീനെ ഞാൻ പുഴയിലേക്ക് വിടാൻ പോകും. അവൻ അത്രയും ദയനീയമായി എന്നെ നോക്കിയപ്പോൾ എനിക്ക് പാവം തോന്നി ഗൈസ്. നിങ്ങൾ കണ്ടോ, കാര്യം അവൻ വലിയ മീനൊക്കെയാണ്, ഇനി വരുന്നവർ ഇവനെ പിടിച്ച് തിന്നു, അതൊന്നും നമുക്ക് നോക്കണ്ട. എനിക്ക് പാവം തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവൻ എന്ത് ചെയ്യാം, പുഴയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വിടാവേ. അപ്പോൾ ലാസ്റ്റ് 1 ഇവൻ വലിയ മീനാണ്. എനിക്കതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര പാവം തോന്നി. എന്തായാലും നമുക്ക് ഇവനെ ഇനി പുഴയിലേക്ക് തന്നെ വിട്ടേക്കാം. അവന് എന്തായാലും ശ്വാസം മുട്ടുന്നുണ്ടാവും, പാവം ഗായ്സ്. അപ്പോൾ നമുക്ക് പുഴയിലേക്ക് നൈസിൽ അവനെ പുഴയിലേക്ക് ഒഴുക്കി വിടാം കേട്ടോ. അപ്പോൾ നമുക്കിത് വിടാൻ വേണ്ടി പോവാണേ. അവനെ 1 2 3 ഗോ. പൊയ്ക്കോടെ ചക്കരക്കുട്ടി, നീ പൊയ്ക്കോ. അപ്പോൾ നമുക്ക് അവനെ വിട്ടേക്കാം കേട്ടോ. അപ്പോൾ അവനൊരു ലെക്കും ലെവലും ഇല്ലാതെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഒന്നും കൂടി നമുക്കൊന്ന് എടുത്തിട്ട് ഒന്നും കൂടി വിട്ടേക്കാന്ന് ഓർത്ത് അവനിത് ഒന്നും കൂടി എടുത്ത് ഞാൻ പുഴയിലേക്ക് അങ്ങ് വിട്ടു കേട്ടോ. അപ്പോൾ നോക്കുമ്പോണ്ട് അവനിത് എൻ്റെ നേരെ ഓടി വരുന്നു. ഞാനപ്പോൾ ചുമ്മാ കൈ അങ്ങ് വെച്ച് കൊടുത്തല്ലേ, ഇതേ അപ്പോഴേക്കും ഇത് എൻ്റെ കയ്യിൽ വന്ന് കയറി. എൻ്റെ ദൈവമേ, എനിക്കറിയില്ല ആ നിമിഷം എൻ്റെ ഗായ്സ്, എൻ്റെ ഹൃദയം ഒന്ന് എനിക്കറിയില്ല. എനിക്ക് ആ സംഭവത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അതിന് എന്താ പറയുക, നമ്മൾ പുഴയിലേക്ക് തിരിച്ച് വിട്ടതിന് അത് നമ്മളോട് നന്ദി പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നേരം അതിനെ നമ്മൾ ബന്ധനത്തിലിട്ടപ്പോൾ അത് ഓർത്തിട്ടുണ്ടാവും, ദൈവമേ എന്നെ വീട്ടിൽ കൊണ്ടുപോകും, എന്നെ ഫ്രൈ അടിക്കും, ഇപ്പോൾ അവർ വയറ്റിലാക്കും എന്നൊക്കെ ഓർത്തിട്ടുണ്ടാവും. എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. നമ്മളെ ഓരോരുത്തർ ബന്ധിച്ചിടുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേപോലെ തന്നെയാണ് ആ മീനിന് ഫീൽ ചെയ്തത്. അപ്പം അവർക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് അത്ര വിഷമമായി. അതിനെ ഞാൻ പുഴയിലേക്ക് വിട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതെന്നോട് തിരിച്ച് വന്ന് നന്ദി പറഞ്ഞ പോലെയാണ് ഗായ്സ് എനിക്ക് സത്യമായിട്ടും തോന്നിയത്. എന്തോ ഞാൻ അതോടെ തീരുമാനിച്ചു, അമ്മ ഇനി ഞാൻ മീൻ പിടിക്കാനില്ല, ഞാൻ ഇനി ഒന്നിനെയും ബന്ധിക്കൂല. എനിക്ക് വിഷമമായി പോയി കേട്ടോ ഗൈസ്. ആ സംഭവം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്തായാലും ആ ചക്കരക്കുട്ടി മീൻ പിന്നെ തിരിച്ച് ഇതേ വഴിക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം ഫ്രൈ അടിക്കുന്നിടത്ത് മേടിച്ചിട്ടാണെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തൊക്കെയായാലും മീനിനെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് അവസാനം ബോൾസൊക്കെ കഴുകിക്കഴിഞ്ഞ് വിലക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതേ ഇച്ചിരി ബോൾസും കൂടി വെള്ളത്തിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചാക്കിലാക്കി പെറുക്കി കെട്ടി ഇതേ ആക്രിയും കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം ഗൈസ്. നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇത് കപ്പും ബക്കറ്റും എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത്
എങ്ങോട്ട് പോവുക? വീട്ടിലേക്ക് പോവുക. അപ്പോൾ ബോൾസ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾസൊക്കെ നമുക്ക് നമ്മുടെ ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടണം, ലൈറ്റ്സും കൊണ്ട് അലങ്കരിക്കണം. അപ്പോൾ എല്ലാ ബോൾസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പമുള്ള കയറുകളും നമ്മൾ കാണുന്നിട്ടില്ല, കയറുകൾ നമുക്ക് ആവശ്യം വന്നാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.